6000 കോടി രൂപയാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ 2500 ഏക്കറിലധികം ഭൂമി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റെടുത്തു. ഓരോ വ്യക്തിക്കും കിട്ടിയ 100 രൂപയിൽ 25 രൂപ കേരള സർക്കാരിൻ്റെതായിരുന്നു. ആ റോഡാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ ഈ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന് കരുതിയതല്ല. ഗൾഫിൽ പോയിട്ട് വന്ന ആളുകൾ വളരെ ഗ്രഹാതുരത്വത്തോടുകൂടി തങ്ങളുടെ നാട്ടിൽ ഇതുണ്ടാവില്ലേ എന്ന് പലപ്പോഴും ദീർഘനിശ്വാസത്തോടെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. യാഥാർത്ഥ്യമാവില്ല എന്ന് നമ്മൾ വിചാരിച്ച 8 വരിപ്പാത, 6 വരിപ്പാത, അതിന് പുറമെ സർവീസ് റോഡ് 2 ഭാഗത്തും, അങ്ങനെ 8 വരിപ്പാത നമ്മളുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലായിരുന്നു എങ്കിൽ നാഷണൽ ഹൈവേയുടെ ഈ വികസന പ്രവർത്തനം ഈ സംസ്ഥാനത്ത് നടക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിവെച്ച പദ്ധതിയാണത്. 4 വെൽഫെയർ പാർട്ടിക്കാരെ കണ്ടപ്പോ, 4 SDPIക്കാര് കൊടിയെടുത്തിറങ്ങിയപ്പോ, BJPക്കാരും RSSകാരും ഈ സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ ഭയപ്പെട്ട് ഇനി സ്ഥലമേറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചതാണ് UDFന്റെ സർക്കാർ. ആ പദ്ധതിയാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. ചില്ലറ കാര്യമാണോ? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ദേശീയപാത പണി പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിന്റെ അനന്തമായിട്ടുള്ള വികസന സാധ്യതയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വളാഞ്ചേരിയിൽ നിന്നിപ്പോ കോഴിക്കോട്ടേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വെറും 45 മിനിറ്റാണ്. പൂർത്തിയായിട്ടില്ല ദേശീയപാത. 45 മിനിറ്റിനുള്ളിൽ ഇപ്പോ മെഡിക്കൽ കോളേജിലെത്താം. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിക്കുന്ന സ്ഥിതി ഇന്ന് നമ്മളുടെ സംസ്ഥാനത്തുണ്ടായി. ഗെയിൽ വാതക പൈപ്പ് ലൈൻ മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ, ആ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് നടന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മുക്കത്ത് അതിനെ തടഞ്ഞു എന്ന് മാത്രമല്ല, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാതെ ജുമാ നമസ്കാരം തെരുവിൽ നിന്ന് നമസ്കരിച്ചു. അവര് വിചാരിച്ചത് അവർ നമസ്കരിക്കുമ്പോൾ പോലീസ് അടിക്കും, അങ്ങനെ അടിച്ചാൽ അതിനെ വർഗീയവൽക്കരിക്കാം, മുസ്ലിം വിരുദ്ധമാണ് ഈ സർക്കാർ എന്ന് വരുത്തി തീർക്കാം. പക്ഷേ സർക്കാർ വളരെ തന്ത്രപൂർവം ആ കാര്യത്തിലും നിലപാട് സ്വീകരിച്ചു. ഈ പൈപ്പ് കടന്നു പോകുന്ന എല്ലാ ഉടമകളോടും പറഞ്ഞു, നിങ്ങളുടെ പറമ്പിലൂടെ ഈ പൈപ്പ് ഇട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് വാടക നിങ്ങൾക്ക് തരും. ഈ പൈപ്പ് ഇട്ട് പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വലിയ മരങ്ങളല്ലാതെ നെല്ലുൾപ്പെടെ കൃഷി ചെയ്യാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ പോയി നോക്ക്, പൈപ്പിട്ട സ്ഥലത്തല്ലേ കൃഷിഭൂമിയിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലതും സംഭവിച്ചോ? എന്തെങ്കിലും നടന്നോ? അപകടമുണ്ടായോ? ആളുകൾ മരിച്ചോ? വാടക കൊടുത്തു എല്ലാ സ്വകാര്യ വ്യക്തികൾക്കും. ആരെയും വേദനിപ്പിച്ചില്ല, ഒരാളെയും നോവിച്ചില്ല. വിഴിഞ്ഞം പോർട്ട് എന്തൊക്കെ മാത്താങ്കുത്തുകളാണ് അതേക്കുറിച്ച് അരങ്ങേറിയത്. മത്സ്യത്തൊഴിലാളികൾ അണിനിരത്തിക്കൊണ്ട് ആ പദ്ധതിയുടെ അടിവേര് അറുക്കാൻ വേണ്ടി UDF ശ്രമിച്ചു. പുരോഹിതന്മാരെ ഇളക്കി വിട്ടു. എന്തൊക്കെയാണ് പുരോഹിതന്മാര് പറഞ്ഞത്? അബ്ദുറഹിമാൻ എന്ന് പറയുന്ന, അന്ന് പോർട്ടിന്റെ ചുമതല വി അബ്ദുറഹിമാൻ മന്ത്രിക്കായിരുന്നു. അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ വർഗീയതയുണ്ട് എന്നാണ് അന്ന് ചില പുരോഹിതന്മാർ പറഞ്ഞത്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ അപായപ്പെടുത്താൻ നോക്കിയില്ലേ? സംയമനം പാലിച്ചു ഗവൺമെന്റ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി വരലായിരുന്നു പ്രാമുഖ്യം. അങ്ങനെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി. നിങ്ങൾ ആരെങ്കിലും നെഞ്ചത്ത് കൈവച്ചു പറയുന്നു വിഴിഞ്ഞം പോർട്ട് ഇന്ന് കാണുന്ന അവസ്ഥയിൽ ആളുകളെ കുടിയൊഴിപ്പിച്ച് അവരെ പുനരധിവസിപ്പിച്ച് ഇത്ര ഭംഗിയായി ആ പോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ
പിണറായി വിജയൻ അല്ലായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ സാധിക്കുമായിരുന്നോ? ഞാൻ വെറുതെ ചോദിക്കുന്നതല്ല. പിണറായി വിജയൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ പറയും. പിണറായി വിജയൻ അമ്മായി കെട്ടാൻ ആരുടെ കൂടെയും പോകാറില്ല. എടുക്കേണ്ട നിലപാടുകൾ എടുക്കും, നീതി കാണിക്കേണ്ടവരോട് നീതി കാണിക്കും, അധർമ്മം പ്രവർത്തിച്ചവരോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. അങ്ങനെ വിഴിഞ്ഞം പോർട്ടും യാഥാർത്ഥ്യമായി.